ഭഗവതേ വാസുദേവായ ഓമജ്ഞാനതിമിരാന്തസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഹരേ കൃഷ്ണ. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഹരേ കൃഷ്ണ. അപ്പം ഈ നാളെ നമുക്ക് രാമനവമിയാണ്. ഇന്ന് ശ്രീരാമ ഭഗവാന്റെ കുറച്ച് കഥകൾ പറഞ്ഞു തരാമെന്ന് വിചാരിക്കുന്നു. അപ്പോ ശ്രീരാമ ഭഗവാനും നമ്മുടെ ശ്രീകൃഷ്ണ ഭഗവാനും തമ്മില് അധികം വ്യത്യാസങ്ങളില്ല. സാധാരണ ചിലവര് നമ്മുടെ ഗൗഡീയ വൈഷ്ണവ പരമ്പരയിലുള്ള ചിലവര് പറയാറുണ്ട് നമ്മുടെ ഗൗഡീയ വൈഷ്ണവ പരമ്പരയിലുള്ളവരാണ്. അപ്പൊ നമ്മൾ ഭാഗവതം ഭഗവത്ഗീത കേട്ടാൽ മതി. നമ്മൾ എന്തിനാണ് രാമായണം കേൾക്കുന്നത്? രാമായണം ശ്രീരാമ ഭഗവാന്റെ ഭക്തന്മാർ കേൾക്കേണ്ടതാണ്. നമ്മൾ കേൾക്കുന്ന എന്തിനാണ് എന്ന് ഗൗഡീയ വൈഷ്ണവ പരമ്പരയിലുള്ള ചിലവർ പറയാറുണ്ട്. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. രാമായണം എന്ന് പറയുന്നത് ഇതിന്റെ എല്ലാം ബേസ് ആണ്, അതായത് അടിത്തറ നമ്മൾ പറയും. രാമായണം നല്ലപോലെ മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് ഭഗവത്ഗീത ഭാഗവതം എന്നുള്ള വലിയ വലിയ ഇത് നമുക്ക് മനസ്സിലാക്കാനുള്ള ഇത് കിട്ടത്തുള്ളൂ. അതുകൊണ്ട് ആദ്യമായി ഇതിന്റെ എല്ലാം അടിത്തറയാണ് എന്ത്? രാമായണം. ഭഗവത്ഗീതയിലും ഭാഗവതത്തിലൊക്കെ കൊടുത്തിരിക്കുന്നത് രാമായണത്തിലും പറയുന്നുണ്ട്. അതായത് ഭഗവത്ഗീതയിലും ഭഗവാൻ എല്ലാം അർജുനന് പറഞ്ഞു കൊടുക്കുന്നു, എങ്ങനെ ചെയ്യണം, ഇതെങ്ങനെ കാണിക്കണം എന്ന്. നമ്മുടെ ജീവിതത്തിന് എന്താണ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ പാലിക്കേണ്ട കാര്യങ്ങളെല്ലാം ഭഗവത്ഗീതയിൽ ഭഗവാൻ അർജുനന് പറഞ്ഞു കൊടുക്കുന്നു. എങ്കിൽ രാമായണത്തിൽ ശ്രീരാമ ഭഗവാൻ അത് ചെയ്ത് കാണിക്കുകയാണ് ചെയ്യുന്നത്. അതായത് ശ്രീകൃഷ്ണ ഭഗവാൻ അത് അർജുനന് പറഞ്ഞാണ് കൊടുക്കുന്നത്. അപ്പോ രാമായണത്തിലെ ശ്രീരാമ ഭഗവാൻ എന്ത് ചെയ്യണം? ചെയ്ത് കാണിക്കുകയാണ് ചെയ്യുന്നത്. ഇതാണ് അവർ തമ്മിലുള്ള വ്യത്യാസം. മാത്രമല്ല ഭഗവാൻ ശ്രീരാമൻ വന്നിട്ട് മര്യാദ പുരുഷോത്തമനാണ്. എല്ലാത്തിനും അദ്ദേഹത്തിന് കുറെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ്, അതിനുപരി അദ്ദേഹം പോകത്തില്ല. അതായത് ഒരു അടുക്കും ചിട്ടയും ഉണ്ട് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ, അദ്ദേഹത്തിന് ചെയ്യുന്ന കാര്യങ്ങൾക്ക്. പക്ഷെ ഭഗവാൻ വന്നിട്ട് എന്താണ്? ഭഗവാൻ വന്നിട്ട് ലീലാ പുരുഷോത്തമനാണ്. എല്ലാ ലീലകളും എപ്പോഴും ലീലകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ് ശ്രീകൃഷ്ണ ഭഗവാൻ വന്നിട്ട്. ഇവര് തമ്മില് വ്യത്യാസങ്ങൾ ഒന്ന് രണ്ട് കാര്യങ്ങൾക്ക്. ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, ലീല ആണ്, ഒരാള് മര്യാദയാണ്, മറ്റേയാള് ലീലയാണ്. അങ്ങനെ ഒന്ന് രണ്ട് കാര്യങ്ങൾക്ക് മാത്രമേ ഇവർ തമ്മിൽ വ്യത്യാസമുള്ളൂ. സത്യത്തില് ഇവര് ഒന്ന് തന്നെയാണ്. അപ്പം ഭഗവാൻ വന്നിട്ട് എന്താണ് അർജുനന് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നെങ്കിൽ ശ്രീരാമ ഭഗവാൻ തന്റെ ജീവിതത്തിൽ അത് ചെയ്ത് കാണിക്കുകയാണ് ചെയ്തത്. അപ്പൊ ശ്രീരാമ ഭഗവാന്റെ ജീവിതത്തിൽ നിന്നും ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിക്കാനുണ്ട്. അദ്ദേഹം എന്താണ് സ്നേഹത്തിന് മേലെ അദ്ദേഹത്തിന്റെ പ്രവൃത്തി, അതായത് ഇപ്പൊ ഒരാൾക്ക് അദ്ദേഹത്തിന് സ്നേഹമുണ്ട് അദ്ദേഹത്തിന്റെ കുടുംബത്തിനോട്, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ എല്ലായിടത്തും സ്നേഹം ഉണ്ടെങ്കിൽ അതിന് മേൽ അദ്ദേഹത്തിന്റെ പ്രവൃത്തിയാണ് നോക്കുന്നത്. അദ്ദേഹം ഒരു രാജാവായതുകൊണ്ട് തന്നെ തന്റെ കുടുംബത്തിനേക്കാളും അദ്ദേഹം കൂടുതലും പ്രാധാന്യം കൊടുക്കുന്നത് തന്റെ ജനങ്ങൾക്കാണ്. മാത്രമല്ല ശ്രീരാമ ഭഗവാൻ വന്നിട്ട് എപ്പോഴും നല്ല ഒരു എന്താ പറയാ, അച്ഛനെയായാലും അമ്മയായാലും അദ്ദേഹം എപ്പോഴും അനുസരിക്കുന്ന ഒരാളാണ്. നമുക്ക് വേണമെങ്കിൽ 14 വർഷത്തെ വനവാസത്തിന് പോകണം എന്ന് പറയുമ്പോ വേണമെങ്കിൽ അത് അനുസരിക്കാതിരിക്കാം. അത് അനുസരിക്കാതിരിക്കാൻ ഒരുപാട് വഴികളുണ്ട് അല്ലെ, അച്ഛനെ അനുസരിക്കാതിരിക്കാം. പക്ഷെ അദ്ദേഹം ഒന്നും തിരിച്ച് പറയാതെ, ഒന്നും ചോദിക്കുക പോലും ചെയ്യാതെ തന്റെ അച്ഛനും അമ്മയും പറഞ്ഞ കാര്യം വളരെ സന്തോഷത്തോടെ ഏറ്റെടുക്കുകയാണ്. അത് കഴിഞ്ഞ 14 വർഷത്തിന്റെ ഇടയ്ക്ക് ഇവർ തന്നെ തിരിച്ച് വിളിക്കാൻ വേണ്ടി വരുന്ന സമയത്തും ശ്രീരാമ ഭഗവാൻ തന്റെ അച്ഛന് കൊടുത്ത ആ വാക്ക് പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ട് 14 വർഷം വനവാസം സ്വീകരിക്കുകയാണ്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ശ്രീരാമ ഭഗവാന്റെ ജീവിതത്തിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം എന്ന് പറയുന്നത്, ശ്രീരാമ ഭഗവാന്റെ നാമം, അതായത് രാമനാമം എന്ന് പറയുന്നത് നമ്മള് ചാന്റിങ്ങിന് നമ്മൾ ഹരേ കൃഷ്ണ ഹരേ രാമ പറയുന്നുണ്ട്. ആ രാമനാമം എന്ന് പറയുന്നത് ബലരാം സ്വാമിയാണ് അവിടെ നമ്മൾ പറയുന്നത്. പക്ഷെ ഇവിടെ രാമനാമം 1000 പ്രാവശ്യം സഹസ്രനാമം ചൊല്ലുന്നതിന് തുല്യമാണ് ഒരു പ്രാവശ്യം രാമനാമം ചൊല്ലുന്നതിന് തുല്യം എന്ന് നമ്മൾ പറയും. ആ ഒരു പ്രാവശ്യം രാമനാമം ചൊല്ലുന്നതിന്, അതായത് 4 പ്രാവശ്യം രാമനാമം ചൊല്ലുന്നതിന് തുല്യമാണ് ഒരു പ്രാവശ്യം ഹരേ കൃഷ്ണ മഹാമന്ത്രം നമ്മൾ ചൊല്ലുമ്പോൾ. അപ്പൊ ഇവര് തമ്മിൽ എന്താണ്, അതായത് അത്രയും ബലമാണ് രാമനാമത്തിനും. ആ രാമനാമം 4 പ്രാവശ്യം ചൊല്ലുന്നതിന് തുല്യമാണ് നമ്മളിപ്പോ ചാൻഡ് ചെയ്യുന്ന ഹരികൃഷ്ണ മഹാമന്ത്രത്തിൽ ചൊല്ലുന്നതിന്റെ തുല്യം. അപ്പൊ അതിന്റെ മഹാത്മ്യം നമ്മളൊന്ന് മനസ്സിലാക്കി നോക്കണം. അപ്പോ ഭഗവാൻ ശ്രീരാമന്റെ നാമം എപ്പോഴും നമ്മളെ എന്ത് ചെയ്യാണ്, നമുക്ക് എന്ത് ആപത്തിൽ നിന്നും നമ്മൾ രാമനാമം ഉറപ്പായിട്ട് രക്ഷിക്കും. കാരണം രാമനാമത്തിന് അത്രയും പവർ ഉണ്ട്, ഒരാളുടെ ജീവൻ രക്ഷിക്കാൻ അത്ര
പവർ രാമനാമത്തിന് തീർച്ചയായിട്ടും ഉണ്ട്. അതേപോലെ തന്നെ ഭഗവാന്റെ ഭക്തർ, ശ്രീരാമസ്വാമിക്ക് ഒരുപാട് ഭക്തരുണ്ട്. ഇവരെല്ലാം രാമനാമം അതായത് ഈ എന്താണ് ലങ്കയിലോട്ട് പോകുന്ന സമയത്ത് രാമനാമം എഴുതിയ കല്ലുകളാണ് സേതു നിർമ്മിക്കാൻ വേണ്ടി ഉപയോഗിച്ചതും. ആ കല്ലുകളാണ് ഇന്നും നമുക്ക് അങ്ങോട്ടേക്ക് പോയ അവിടെ സേതു ഇന്നും ആ ഒരു എന്താണ് രാമനാമം എഴുതിയ കല്ലുകളുള്ള ആ ഇത് നമുക്ക് കാണാൻ പറ്റും. ഏത് ആ ഒരു ബ്രിഡ്ജ്, ആ ഒരു സേതു നമുക്ക് ഇന്നും കാണാൻ പറ്റും. അപ്പൊ രാമനാമത്തിന്റെ ക്വാളിറ്റീസ് അല്ലെങ്കിൽ ഗുണങ്ങൾ ഒരുപാടാണ്. അങ്ങനെ ഒരിക്കൽ ഒരു സ്ഥലത്ത് ഒരു ശ്രീരാമന്റെ ഒരു അമ്പലമുണ്ട്. ആ അമ്പലം അപ്പൊ അവർക്ക് വന്നിട്ട് ആ ജനങ്ങൾക്ക് വന്നിട്ട് സീതാദേവിയുടെ അമ്പലവും അവിടെ തന്നെ പണിയണം. അപ്പൊ ഈ ശ്രീരാമ ഭഗവാന്റെ ആ ഒരു വിഗ്രഹം യഥാർത്ഥത്തില് ത്രേതായുഗത്തിൽ ശ്രീരാമ ഭഗവാൻ തന്നെ അവർക്ക് കൊടുത്ത ആ അമ്പലം അവിടെ പ്രതിഷ്ഠിച്ചതാണ്. അതുകൊണ്ട് ആ അമ്പലത്തിൽ വന്നിട്ട് സീതാദേവിയുടെ വിഗ്രഹം അവർക്ക് വെക്കണം. അത് സീതാദേവിക്ക് വേണ്ടിയിട്ടൊരു അമ്പലം അവർക്ക് പണിയണം. അപ്പൊ അതിനുള്ള ആ ഗ്രാമത്തിലെ ആൾക്കാരുടെ സാഹചര്യം അനുസരിച്ച് അതിനുള്ള പണം അവരുടെ കയ്യിൽ ഇല്ല. അപ്പൊ അതുകൊണ്ട് അവരിങ്ങനെ ആലോചിക്കായിരുന്നു സീതാദേവിയുടെ വിഗ്രഹം എങ്ങനെ അവിടെ വെക്കാൻ പറ്റും. അപ്പൊ ഇതിനെല്ലാം ഉപരി അവിടെ ഒരു വലിയ നദിയുണ്ട്. ആ നദിയുടെ പ്രശ്നം എന്താന്ന് വെച്ചാല് മഴ ഭയങ്കരമായിട്ട് പെയ്തു കഴിഞ്ഞാൽ ആ നദി എന്ത് ചെയ്യും, ഭയങ്കരമായിട്ട് അതായത് ഭയങ്കരമായിട്ട് ഒഴുകുന്ന സമയത്ത് ആ നദി ഒരുപാട് ഒഴുകിക്കഴിഞ്ഞാൽ ആ ഗ്രാമം മുഴുവൻ വെള്ളത്തിന്റെ അടിയിലായിപ്പോ. അപ്പൊ ആ വർഷം അവിടെ ഒരു പുതിയ കളക്ടറാണ് വരുന്നത്. അപ്പൊ ആ കളക്ടർ വന്നിട്ട് അവർക്ക് ഒരു റിപ്പോർട്ട് കിട്ടുകയാണ്, ഈ വർഷം ഭയങ്കര മഴയായിരിക്കും, അതുകൊണ്ട് ഈ ഗ്രാമം വെള്ളത്തിന്റെ അടിയിലാവാൻ സാധ്യതയുണ്ടെന്ന് അവർക്ക് റിപ്പോർട്ട് കിട്ടുകയാണ്. അപ്പം കളക്ടറിന്റെ അടുത്ത് ഇങ്ങനെ ഇവിടെ അമ്പലം പണിയണ കാര്യം പറയുമ്പോ കളക്ടർ പറയാണ്, ഈ വർഷം നിങ്ങളെ ശ്രീരാമ ഭഗവാൻ ഈ വെള്ളത്തിൽ നിന്ന്, അതായത് എന്തായാലും ഇവര് വെള്ളത്തിന്റെ അടിയിലാവുമെന്ന് അവർക്ക് റിപ്പോർട്ട് കിട്ടിക്കഴിഞ്ഞു. കാരണം അവിടെ ഭയങ്കര മഴ വരാൻ പോവാണ്. അതിനു മുമ്പ് ശ്രീരാമ ഭഗവാൻ അവരെ രക്ഷിക്കുകയാണെങ്കിൽ മാത്രം എന്ത് ചെയ്യും, ഈ ഒരു സീതാദേവിയുടെ അമ്പലം കളക്ടർ സ്വന്തം പൈസയിൽ പണിത് കൊടുക്കാന്ന് പറയും. അപ്പൊ ഇവര് പറയും, അവിടുത്തെ അമ്പലത്തിലെ പൂജാരി പറയും, തീർച്ചയായിട്ടും ശ്രീരാമസ്വാമി നമ്മളെ രക്ഷിക്കും, എല്ലാ വർഷവും ശ്രീരാമസ്വാമി തന്നെയാണ് ഞങ്ങൾ രക്ഷിക്കാറുള്ളത്, ഈ വർഷവും ഞങ്ങൾ അദ്ദേഹം തന്നെ രക്ഷിക്കും എന്ന് പറയും. അങ്ങനെ ഇവരെ നോക്കുകയാണ്. അപ്പൊ ഒരു 1-2 ദിവസം തുടർച്ചയായിട്ട് ഭയങ്കരമായിട്ട് മഴ പെയ്യാണ്. അപ്പൊ അവിടെ ഒരു രക്ഷയില്ല, അവർക്ക് റിപ്പോർട്ട് കിട്ടി കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല, എന്തായാലും എല്ലാവരും വെള്ളത്തിന്റെ അടിയിലായപ്പോ അത്രയ്ക്ക് ഇതായിട്ട് ഭയങ്കര മഴയാണ്. അങ്ങനെ അവസാനത്തെ ദിവസം ഭയങ്കര മഴ, ഈ കളക്ടർക്ക് ഇരിക്കാൻ വയ്യ. കാരണം അടുത്ത ദിവസം എന്തായാലും എല്ലാവരും വെള്ളത്തിന്റെ അടിയിലാണ്. അതുകൊണ്ട് ഇദ്ദേഹം ടോർച്ച് എടുത്തോണ്ട് ആ നദിക്കരയിലോട്ട് ഇങ്ങനെ പോകും. ആ നദിക്കരയിൽ ഇദ്ദേഹം ടോർച്ച് എടുത്തോണ്ട് പോകുമ്പോ അവിടെ 2 ആൾക്കാർ അദ്ദേഹം കാണുകയാണ്. പക്ഷെ അദ്ദേഹത്തിന് വ്യക്തമല്ല, ആളെ ഭയങ്കരമായിട്ട് വ്യക്തമല്ല, അദ്ദേഹം ദൂരെ നിന്നാണ് കാണുന്നത്. പക്ഷെ അവരുടെ കയ്യിൽ എന്തൊക്കെയോ സംഭവങ്ങളുണ്ട്. അവര് 2 പേരാണ്, പക്ഷെ അവര് നദിയുടെ അടുത്തോട്ട് നടന്നു നീങ്ങുകയാണ്. അപ്പൊ ഇദ്ദേഹം വിചാരിക്കും, ഇത്രയും മഴയും കാര്യങ്ങളും നടക്കുന്ന സമയത്ത് ഇവർ 2 പേരും മാത്രം എന്തിനാണ് നദിക്ക് അടുത്തോട്ട് നടന്നു നീങ്ങുന്നതെന്ന് ഇങ്ങനെ വിചാരിക്കും. അപ്പൊ ഇവര് വിളിക്കാൻ പോണം എന്നുണ്ട്, പക്ഷെ ഭയങ്കര മഴയാണ്. എത്രയും നിമിഷത്തിനകം ആ നദി പെട്ടെന്ന് തിരിച്ചു ചാടും. അതുകൊണ്ട് ഇദ്ദേഹത്തിന് അവിടെ നിൽക്കാൻ പറ്റില്ല. ഇദ്ദേഹം തിരിച്ച് അദ്ദേഹത്തിന്റെ ആ ഒരു ഇവിടെ വീട്ടിൽ പോവാണ്. അപ്പോ പിറ്റേ ദിവസം ഇദ്ദേഹം എണീക്കുമ്പോ ഇദ്ദേഹം ഇങ്ങനെ വിചാരിക്കുകയാണ്, എന്തൊക്കെ വാർത്തകളാണ് ഇന്ന് കേൾക്കേണ്ടത്, എത്ര മരണ വാർത്ത കേൾക്കണം എന്നൊക്കെ വിചാരിച്ചിങ്ങനെ എണീക്കുകയാണ്. അപ്പൊ എണീറ്റ് കഴിഞ്ഞ് ഇദ്ദേഹത്തിന്റെ ഒരു സെർവന്റ് ഓടി വന്ന് പറയും, ഇന്ന് ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല, ആ പുഴയിൽ നിന്ന് ഒരു തുള്ളി വെള്ളം പോലും പുറത്ത് ചാടിയിട്ടില്ല, എല്ലാം കറക്റ്റ് ആയിട്ട് നിൽക്കൊണ്ട് ഒരു പ്രശ്നമില്ല. അപ്പൊ ഇദ്ദേഹം പെട്ടെന്ന് ഞെട്ടിപ്പോകും. കാരണം ഈ പുഴയിൽ നിന്ന് ഒരു തുള്ളി, അതിനൊരു സാധ്യതയില്ല, കാരണം അത്രയ്ക്ക് മഴയായിരുന്നു. മാത്രമല്ല അന്ന് മഴയെല്ലാം ശമിച്ച് സൂര്യപ്രകാശം വരെയും ചെയ്തു. അപ്പൊ ഇദ്ദേഹം എന്ത് ചെയ്തു, പെട്ടെന്ന് കുളിച്ച് റെഡിയായ അവിടുത്തെ ശ്രീരാമ അമ്പലത്തിലോട്ട് പോകും. അപ്പൊ അപ്പൊ ആ അമ്പലത്തിലോട്ട് പോകുന്ന സമയത്ത് അവിടെ വന്നിട്ട് അദ്ദേഹത്തിന് അതുവരെ ശ്രീരാമ ഭഗവാന്റെ ദർശനം കിട്ടിയിട്ടില്ല. അന്നാണ് അദ്ദേഹത്തിന് ആ അമ്പലത്തിൽ നിന്ന് ദർശനം കിട്ടുന്നത്. അപ്പൊ ആ ദർശനം കിട്ടിയ സമയത്ത് ഇദ്ദേഹം നോക്കുമ്പോ ഇതേ 2 വ്യക്തി, അതിന്റെ അകത്ത് ശ്രീരാമനും സീതാദേവിയും ലക്ഷ്മണനെ അദ്ദേഹം കാണുകയാണ്. ഇവര് 2 പേരെയും തന്നെയാണ് ഇന്നലെ രാത്രി അദ്ദേഹം
ആ ഒരു നദിയുടെ തീരത്ത് വെച്ച് കാണുന്നത്. അപ്പൊ ഈ കാര്യങ്ങളെല്ലാം ഇത് അവിടുത്തെ പൂജാരിയോട് പറയും. അപ്പൊ പൂജാരി പറയാണ് തീർച്ചയായിട്ടും അവിടെ വന്നത് ആര് തന്നെയാണ്, ശ്രീരാമനും ലക്ഷ്മണസ്വാമിയും തന്നെയാണ്, നമ്മളെ സഹായിക്കാൻ വേണ്ടി ഉറപ്പായിട്ടും വന്നതാണെന്ന് വിചാരിക്കും, കരുതും. അപ്പൊ അതേപോലെ ഭഗവാൻ ശ്രീരാമൻ നമ്മളെ വിളിച്ചു കഴിഞ്ഞാൽ, അതായത് ശ്രീകൃഷ്ണ ഭഗവാനെ നമ്മൾ നാമം കൊണ്ട് വിളിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം തീർച്ചയായിട്ടും വരുമെങ്കിൽ, ശ്രീരാമ ഭഗവാനെ നമ്മൾ നാമം കൊണ്ട് വിളിച്ചു കഴിഞ്ഞാൽ അദ്ദേഹവും തീർച്ചയായിട്ടും വരും. കാരണം അവര് നമ്മളെ, അതായത് ഭഗവാൻ ഫിസിക്കലി ഭഗവാൻ നമ്മുടെ കൂടെ ഉണ്ടായിട്ട് നമ്മളെ രക്ഷിക്കുന്നതിനേക്കാളും 100 മടങ്ങ് അല്ലെങ്കിൽ 3 മടങ്ങ് എന്താണ് ശക്തിയാണ് ഭഗവാന്റെ നാമത്തിന്. കാരണം നാമത്തിന്റെ ശക്തി ഭഗവാൻ കൂടെ ഉണ്ടായിട്ട് നമ്മൾ രക്ഷിക്കുന്നതിനേക്കാളും മുകളിലാണെന്ന് ഭഗവാൻ പറയുന്നുണ്ട്. അത്രയ്ക്ക് ശക്തിയാണ് ഭഗവാന്റെ നാമത്തിന്. ഇപ്പോ ശ്രീരാമ ഭഗവാന്റെ കാര്യത്തിന് വേറൊരു കാര്യം കൂടെ ഉണ്ട്. ശ്രീരാമ ഭഗവാൻ വന്നില്ലെങ്കിലും ശ്രീരാമ ഭഗവാന്റെ സേവകനായ ഹനുമാൻ സ്വാമി തീർച്ചയായിട്ടും വരും. എവിടെയാണോ രാമകഥ പറയുന്നത്, എവിടെയാണോ രാമകഥ നമ്മൾ പറയുന്നത് മറ്റുള്ളവർ കേൾക്കുന്നത്, അവിടെ ഹനുമാൻ സ്വാമി തീർച്ചയായിട്ടും എത്തിയിരിക്കും, അത് ഉറപ്പാണ്. അപ്പോ ഇങ്ങനെ ഹനുമാൻ സ്വാമി വന്നിട്ട് ശ്രീരാമ ഭഗവാന്റെ ഉത്തമ ഭക്തനാണ്. അതേപോലെ ഇന്നും നമ്മുടെ ഈ ഭൂമിയിൽ, അതായത് കലിയുഗം തീരുന്നത് വരെ ഹനുമാൻ സ്വാമി ഇവിടെ തന്നെ ഉണ്ട്. പക്ഷെ നമുക്ക് കാണാൻ കഴിയുന്നില്ല എന്നേ ഉള്ളൂ. കാരണം നമ്മുടെ കണ്ണിന്, നമ്മുടെ ഇന്ദ്രിയമായിട്ടുള്ള കണ്ണിന് നല്ല വസ്തുക്കൾ, അതായത് അത്രയും പുണ്യമില്ല, ഹനുമാൻ സ്വാമി കാണത്തക്ക അത്ര പുണ്യം നമ്മുടെ കണ്ണിലില്ല. അദ്ദേഹം ചിരഞ്ജീവിയാണ്. അപ്പൊ ഇന്നും രാമനാമം ജപിക്കുന്നവിടെ, അല്ലെങ്കിൽ രാമകഥ പറയുന്നവിടെ, രാമായണം വായിക്കുന്നവിടെ ഹനുമാൻ സ്വാമി തീർച്ചയായിട്ടും എത്തും. അതുപോലെ രാമഭക്തരെ എല്ലാ സമയത്തും രക്ഷിക്കാനും രാമ ഭഗവാന്റെ നാമം ജപിക്കുന്നവരെയും രക്ഷിക്കാനും ഹനുമാൻ സ്വാമി തീർച്ചയായിട്ടും എത്തും എന്ന് പറയുന്നുണ്ട്. കാരണം ഹനുമാൻ സ്വാമി ഭഗവാന് ഭയങ്കര നിഷ്കളങ്കനായ ഭക്തനാണ്. അതിന് സീതാദേവിയുടെ ഒരു കഥയുണ്ട് ഹനുമാൻ സ്വാമിയുടെ. അതായത് സീതാദേവി എപ്പോഴും സിന്ദൂരം ധരിക്കും. അതായത് വിവാഹം കഴിഞ്ഞ സ്ത്രീകളൊക്കെ ധരിക്കുന്ന പോലെ സീതാദേവി സിന്ദൂരം ധരിക്കും. അപ്പോ ഒരിക്കൽ ഹനുമാൻ സ്വാമി വന്നിട്ട് സീതാദേവി സിന്ദൂരം ധരിക്കുന്ന കാണുമ്പോൾ സീതാദേവിയോട് ചോദിക്കും, എന്തിനാണ് സിന്ദൂരം ധരിക്കുന്നതെന്ന് ചോദിക്കും. അപ്പോ ഹനുമാൻ സ്വാമിയുടെ വളരെ നിഷ്കളങ്കമായ ചോദ്യം കേട്ടിട്ട് സീതാദേവി പ്രത്യേകിച്ചൊന്നും പറഞ്ഞു കൊടുക്കാനുള്ള സീതാദേവി പറയും, ശ്രീരാമ ഭഗവാന് ഇഷ്ടമുള്ള ആളായതുകൊണ്ടാണ് ഞാൻ സിന്ദൂരം ധരിക്കുന്നതെന്ന് പറയും. അപ്പോ ഹനുമാൻ സ്വാമി വിചാരിക്കും ശ്രീരാമ ഭഗവാന് സിന്ദൂരം ധരിക്കുന്ന ഒരുപാട് ഇഷ്ടമാണ്. അങ്ങനെ അന്നത്തെ രാജ്യ സദസ്സില് ഇവര് എല്ലാവരും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഭഗവാൻ ഇങ്ങനെ ഓരോ പ്രശ്നങ്ങൾ ഇങ്ങനെ ശരിയാക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നോക്കുമ്പോ ഒരാള് അദ്ദേഹം ഫുള്ള് സിന്ദൂരത്തിൽ കുളിച്ച് വന്നതുപോലെ ഒരാള് വരാണ് ഹനുമാൻ സ്വാമി. അപ്പോ എല്ലാരും ഇങ്ങനെ ഞെട്ടിപ്പോവും. ഹനുമാൻ സ്വാമി നോക്കുമ്പോ ഫുള്ള് റെഡ് കളറിൽ ഇങ്ങനെ വരാണ്. അപ്പൊ അവിടെയുള്ളവരൊക്കെ ശ്രീരാം ഭഗവാൻ ചോദിക്കും, അങ്ങ് എന്തിനാണ് സിന്ദൂരത്തിൽ കുളിച്ച് വരുന്നതെന്ന് ചോദിക്കും. അപ്പോ സീതാദേവി ആണെങ്കിൽ അവിടെ നിന്നിട്ട് അയ്യോ എന്ന് പറഞ്ഞ് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോ ഹനുമാൻ സ്വാമി പറയും, സീതാദേവി ഒരു അല്പം സിന്ദൂരം നെറ്റിയിൽ തൊടുമ്പോ അങ്ങക്ക് വളരെ ഇഷ്ടമാണ്, അതുകൊണ്ട് ഞാൻ ഫുള്ള് സിന്ദൂരത്തിൽ കുളിച്ച് വന്നിരിക്കുകയാണെന്ന് പറയും. അപ്പൊ അത്രയ്ക്ക് നിഷ്കളങ്കമായ ഭക്തിയാണ് ഹനുമാൻ സ്വാമിക്ക് ശ്രീരാമ ഭഗവാനായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾ രാമനാമം ജപിക്കണം. ഹരേ കൃഷ്ണ മാമന്ത്രം ജപിച്ചാൽ മതി. ഹനുമാൻ സ്വാമിയുടെ ഇത് നമ്മുടെ കയ്യിലുണ്ട്. കാരണം 4 പ്രാവശ്യം രാമനാമം ജപിക്കുന്നതിന് തുല്യമാണ് നമ്മൾ ജപിക്കുന്ന ഹരേ കൃഷ്ണ മാമന്ത്രം. അപ്പൊ ആ ഹരികൃഷ്ണ മാമന്ത്രത്തിന്റെ മഹാത്മ്യം അത് അത്രത്തോളം വലുതാണ്. അതുകൊണ്ട് ഇവിടെ നമ്മൾ ഹരികൃഷ്ണ മാമന്ത്രം ജപിച്ചാൽ മതി. നമ്മൾ ഹനുമാൻ സ്വാമിയുടെ പ്രൊട്ടക്ഷൻ നമ്മുടെ കയ്യിൽ എപ്പോഴും ഉണ്ട്. നമുക്ക് വന്നിട്ട് ഒരു ഒരു ഗുണം എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലായിടത്തു നിന്നും പ്രൊട്ടക്ഷൻ ഉണ്ട്. ഭഗവാന്റെ പ്രൊട്ടക്ഷൻ ഉണ്ട്, ഹനുമാൻ സ്വാമിയുടെ പ്രൊട്ടക്ഷൻ ഉണ്ട്, രാധാറാണിയുടെ പ്രൊട്ടക്ഷൻ ഉണ്ട്. അങ്ങനെ ഫുള്ളി നമുക്ക് പ്രൊട്ടക്ഷൻ ഉണ്ട്. പക്ഷെ നമ്മള് ചെയ്യുന്ന കാര്യം, നാമം ജപിക്കുന്നത് കറക്റ്റ് ആയിട്ട് ജപിച്ചാൽ മാത്രമേ ഇവരെല്ലാം നമ്മൾ വരത്തുള്ളൂ. അല്ലാതെ ആർക്കോ വേണ്ടി വേണ്ടെന്ന് വെച്ച് നമ്മൾ ജപിച്ചു കഴിഞ്ഞാല് ഇവരൊന്നും ബ്ലെസ്സിങ് നമുക്ക് കിട്ടൂല. ഇവരെയൊക്കെ ബ്ലെസ്സിങ് കിട്ടിയാൽ മാത്രമേ, കാരണം ഉത്തമ ഭക്തരുടെ അനുഗ്രഹം കിട്ടിയാൽ മാത്രമേ നമുക്ക് ഭഗവാന്റെ അടുത്തേക്ക് എത്താൻ പറ്റൂ. കാരണം ഭഗവാന്റെ ഭക്തരാണ് ഏറ്റവും പ്രിയം. ആ ഭക്തര് പറയുന്നത് ഭഗവാൻ തീർച്ചയായിട്ടും കേൾക്കാം. അപ്പൊ ഹനുമാൻ സ്വാമി പറയാണ്, ഇയാൾ നന്നായിട്ട് ഭക്തി ചെയ്യുന്നെന്ന് പറഞ്ഞാൽ ഭഗവാന് പിന്നെ വേറൊന്നും നോക്കേണ്ട ആവശ്യമില്ല. ഭഗവാൻ ഡയറക്റ്റ് നമ്മളെ ഭഗവാന്റെ അടുത്തേക്ക് എത്തി. അതുകൊണ്ട് നാമം ജപിക്കുമ്പോൾ നന്നായി ജപിക്കുക, നാമം നമ്മൾ മനസ്സിലാക്കി ജപിക്കാൻ, ഭഗവാന് വേണ്ടിയിട്ട്. നമ്മൾ നാമം ജപിക്കുന്നത് നമുക്ക് വേണ്ടിയിട്ടല്ല, ഭഗവാനെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ആ രീതിയിൽ ജപിക്കുക. ഹരേ കൃഷ്ണ.